ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം. ഇതിൽ 11-12 ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ കേട്ടത്. അതിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരാകുന്നതിനാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാം എന്ന് പറയുകയായിരുന്നു. കൂടാതെ ജീവിതത്തിലെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം തന്നെ മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ് എന്നും പറഞ്ഞുകൊടുത്തു. 13-ാമത്തെ ശ്ലോകം. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വാ അഖം പാപാ യേ പചന്ത്യ ആത്മകാരണാത്. യജ്ഞശിഷ്ടാശിന സന്തഃ. സന്താ ഭക്തന്മാർ. ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിതയിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഇവിടെ സന്തഃ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഭക്തന്മാരെയാണ്. എങ്ങനെയുള്ള ഭക്തന്മാരാണ്? പ്രേമാഞ്ജന ചുരിത. ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള. സാധാരണ ആളുകൾക്ക് ആർക്കും ഭഗവാനെ കാണാൻ സാധിക്കില്ല, അല്ലെ? പൂർണ്ണമായും പ്രേമം വേണം. ഭഗവാനോടുള്ള പ്രേമം അത് കണ്ണുകളിൽ അഞ്ജനമായി എഴുതിയ ഭക്തന്മാർക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. ഭക്തഹൃദയത്തിനുള്ളിൽ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിലാണ് അങ്ങ് വാഴുന്നത്. ശ്യാമസുന്ദര രൂപത്തിൽ എവിടെയാണ് വാഴുന്നത്? ഭക്തഹൃദയത്തിൽ. തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അത് പൂർണ്ണമായ ഭക്തിയോടും പ്രേമത്തോടും കൂടി പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ആ ഭക്തന് പൂർണ്ണമായും ഭഗവാനെ കാണാൻ സാധിക്കും. അല്ലാത്തവർക്ക് കാണാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ സന്ത എന്ന് പറയുന്നത്. ഭക്തന്മാർക്ക്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ. യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന ഭക്തന്മാർ സർവകിൽബിഷൈ എല്ലാത്തരം പാപങ്ങളിൽ നിന്നും മുച്യന്തേ മോചിപ്പിക്കപ്പെടുന്നു. എങ്ങനെയാണ് യജ്ഞശിഷ്ടം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഭുജിക്കാൻ സാധിക്കുക? യജ്ഞശിഷ്ടം ഭഗവാന് എന്ത് ഭക്ഷണ സാധനമായാലും അത് വളരെ ഭക്തിയോടുകൂടി ഉണ്ടാക്കിയതിന് ശേഷം ഭഗവാന് അർപ്പിക്കുക. അത് ഇന്നതായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ ആളുകൾ കൂടുതലും എന്താ ചെയ്യുക? ഫ്രൂട്ട്സ് ആണ് ഓഫർ ചെയ്യുക. കാരണം നമുക്കൊന്നും വേണ്ട, അത് ഭഗവാൻ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഭഗവാന് കൊടുത്തേക്കാം. വളരെ എളുപ്പമാണ്. ആർക്കും ഒരു ശല്യവും ഇല്ല, ഭഗവാൻ കഴിച്ചോളും. നമുക്ക് വേണ്ടാത്തതല്ലേ? അങ്ങനെയല്ല. എന്തെല്ലാം സാധനങ്ങളാണോ നമ്മളൊരു വീട്ടിൽ ഉണ്ടാക്കുന്നത്, എന്തെല്ലാം സാധനങ്ങളാണോ നമ്മൾ വാങ്ങുന്നത്, പുതിയൊരു ഉടുപ്പ് വാങ്ങി, അല്ലെങ്കിൽ പുതിയ സ്വർണ്ണമാല വാങ്ങി, മോതിരം വാങ്ങി, വള വാങ്ങി, എന്ത് തന്നെ ആയാലും അത് ആദ്യം ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ. കാരണം അങ്ങനെ ചെയ്യാത്തവർ, ഭഗവാന് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തരുന്നത് പ്രകൃതിയിൽ നിന്ന് ഭഗവാനാണല്ലേ. അപ്പോൾ അത് ഭഗവാന് തന്നെ തിരിച്ചു കൊടുക്കാതെ എങ്ങനെ ഭഗവാൻ ഉപയോഗിക്കും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഭഗവാൻ ഇതങ്ങ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർപ്പിക്കുക. 10-15 മിനിറ്റിന് ശേഷം വീണ്ടും പറയുന്നു, ഓരോ സാധനങ്ങളും ഭഗവാൻ അർപ്പിക്കുന്ന സമയത്ത് അതിൽ ഒരു തുളസി ഇല കൂടി വച്ചതിന് ശേഷം വേണം അർപ്പിക്കാൻ. പൂർണ്ണമായ ഭക്തിയോടുകൂടി പറയുക, ഭഗവാൻ ഇത് അങ്ങേക്ക് വേണ്ടി വാങ്ങിയതാണ്, അങ്ങ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ മനസ്സോടുകൂടി അർപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയും, ഇതിൽ യാതൊരു പാപവുമില്ല. കാരണം ഇത് ഞാൻ ഭഗവാൻ അർപ്പിച്ചതാണ്, അദ്ദേഹം സ്വീകരിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഭക്തിയായിട്ടുള്ള പ്രസാദമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നും മനസ്സിൽ തന്നെ ഒരു തോന്നലുണ്ടാകും. അത് മാത്രമല്ല, നമ്മൾ ഭഗവാൻ എപ്പോഴും ഏറ്റവും വൃത്തിയും ശുദ്ധിയുമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുള്ളൂ, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്നതും
അതുപോലെ തന്നെ ശുദ്ധിയും വൃത്തിയുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ആയിരിക്കുമെന്നുള്ളത് കൂടി ഓർക്കുക. അനാവശ്യ ആഹാര പദാർത്ഥങ്ങളോ ചീഞ്ഞതോ വളിച്ചതോ മോശമായതോ ഒന്നും നമ്മൾ കഴിക്കാൻ പോകുന്നില്ല. എന്താണോ ഓരോ ദിവസത്തേക്കും വേണ്ടത്, കാരണം ഇത് പൂർണ്ണമായും ഭഗവാന് അർപ്പിക്കണം എന്നുള്ള മനസ്സോടുകൂടി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വൃത്തിയിലും ഏറ്റവും ശുദ്ധമായ രീതിയിലും കഴിക്കാൻ പാടുള്ളതും മാത്രമേ നമ്മൾ ഉണ്ടാക്കൂ. അത് അർപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോൾ ശുദ്ധിയായ ഭക്ഷണവും നമ്മൾ കഴിക്കുകയാണ്. ആഹാരത്തിനൊരു പ്രത്യേകതയുണ്ട്. ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ധ്രുവാസ്മൃതി, ധ്രുവാസ്മൃത്യ സ്മൃതേ ലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ. ആഹാരശുദ്ധോ സത്വശുദ്ധി. ഏതു തരത്തിലുള്ള ശുദ്ധമായ ആഹാരമാണോ നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ശുദ്ധമാകും. സത്വശുദ്ധോ ധ്രുവാസ്മൃതി. ശുദ്ധമായ മനസ്സിനുള്ളിൽ ഭഗവത് സ്മരണ ഉടലെടുക്കുന്നു. ധ്രുവാസ്മൃത്യോ സ്മൃതേലാഭേ. അങ്ങനെ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ നമ്മുടെ ബോധം തെളിയുകയാണ്. സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ. അങ്ങനെ ബോധം തെളിയുന്നതോടുകൂടി ഭഗവാനിലേക്കുള്ള നമ്മുടെ അടുപ്പവും വർദ്ധിക്കുന്നു. അപ്പോൾ ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഭഗവത്ഗീതയിൽ തന്നെ അത് പറയുന്നു. നമുക്ക് അതുകൂടി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി ശ്ലോകത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. സത്വഗുണമുള്ള ഒരാൾ കഴിക്കുന്നത് ദീർഘായുസ്സും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസകരമായതും ആസ്വാദ്യവുമായ ആഹാരമായിരിക്കും സ്വാത്വിക സ്വഭാവികൾക്കിഷ്ടം എന്നാണ് പറയുന്നത്. കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, കടുത്ത ചൂട്, എരിവ്, വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളെ രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ ദുഃഖത്തിനും രോഗങ്ങൾക്കും വഴിവെക്കുന്നതാണ്. എന്നാൽ താമസ സ്വഭാവക്കാരോ 3 മണിക്കൂറിന് മുൻപ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഭക്ഷണ ഇഷ്ടങ്ങളോടുകൂടി അവരുടെ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഏകദേശം ഒരു താമസ സ്വഭാവം ഉള്ളവരാണ് എല്ലാവരും. കാരണം നോൺ വെജ് അതുപോലുള്ള ഭഗവാൻ ഓഫർ ചെയ്യാൻ പറ്റാത്ത ഐറ്റങ്ങളോടാണ് നമുക്ക് കൂടുതലും താല്പര്യം. അങ്ങനെയുള്ളവർ താമസ സ്വഭാവക്കാരാണ്. പടിപടിയായി ഭഗവാനോടുള്ള ശ്രദ്ധ, ഭഗവാന് ആഹാരം ഓരോ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഭഗവാന് അർപ്പിച്ചതിന് ശേഷം കഴിക്കണമെന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ താമസ സ്വഭാവത്തിൽ നിന്നും പതുക്കെ പതുക്കെ രാജസ സ്വഭാവത്തിലേക്കും പിന്നീട് പൂർണ്ണമായ ഭഗവത് അർപ്പണത്തോടുകൂടി സാത്വിക സ്വഭാവത്തിലേക്കും എത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, എങ്ങനെയാണ് പുറത്തു നിന്നും ആഹാരം കഴിക്കുക? പുറത്തുനിന്നും പ്രത്യേകിച്ചും ഹോട്ടലുകളിൽ നിന്നുള്ള ആഹാരം ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഭക്തിയിലേക്ക് എത്തുന്നുള്ളൂ. ഞാൻ പൂർണ്ണമായൊരു ഭക്തനാണ് എന്നുള്ള വിചാരത്തോടുകൂടി ശരീരത്തിനോട് യാതൊരു ഭക്തിയുമില്ലാതെ, ശരീരത്തിനോടുള്ള ഭക്തി എന്ന് പറയുന്നതാണ് ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഏറ്റവും ശുദ്ധമായ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിനോട് യാതൊരു ഭക്തിയുമില്ല, ശരീരത്തിനോട് ആഗ്രഹവുമില്ല, ഇന്ദ്രിയങ്ങളോട് മാത്രമാണ് ആഗ്രഹം. അതും എങ്ങനെയുള്ള ആഗ്രഹമാണ്? ഒട്ടകം മുള്ളു തിന്നുമ്പോൾ, ഒട്ടകം തിന്നുന്നത് എന്താണ്? മരുഭൂമിയിലെ മുള്ളുകൾ നിറഞ്ഞ കള്ളിച്ചെടികളാണ് ഒട്ടകത്തിന് ഏറ്റവും ഇഷ്ടം. ഒട്ടകം അങ്ങനെ തിന്നുന്ന സമയത്ത് അതിൻ്റെ നാക്ക് മുറിയുകയാണ്. നാക്ക് മുറിഞ്ഞു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ചോര വരും അല്ലേ? നാക്ക് പൊടിഞ്ഞു കഴിയുമ്പോൾ ചോര വരും. ആ ചോരയുടെ സ്വാദാണ് ഒട്ടകത്തിന് വളരെ സ്വാദുള്ളതായി തോന്നുന്നത്. പക്ഷേ ഒട്ടകത്തിൻ്റെ വിചാരം താൻ കഴിക്കുന്ന മുള്ള് വളരെ സ്വാദിഷ്ടമാണ് എന്നതാണ്. സ്വന്തം ചോര കുടിച്ചുകൊണ്ടാണ് ഒട്ടകം ഇത്രയും സ്വാദിഷ്ടമായ ആഹാരം കഴിക്കുന്നത്. നമ്മളും അതുപോലെ തന്നെയാണ്. എന്ത് തരത്തിലുള്ള ആഹാരം കഴിച്ചാലും അത് ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനമാണ്. നമ്മുടെ ആത്മാവാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്വാദ് അനുഭവിപ്പിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഒരാളുടെ വായിലേക്ക് ഏറ്റവും സ്വാദിഷ്ടമായ തൈര് സാദം വച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദാർത്ഥം വച്ചാലും അയാൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? അതിൽ ആത്മാവില്ല. എപ്പോഴാണോ ആത്മാവ് നഷ്ടപ്പെടുന്നത്, അപ്പോൾ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ സ്വാദുകളും നഷ്ടപ്പെടുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ശരീരത്തിന് വേണ്ടിയാണ് സ്വാദ് എന്ന് പറയുന്നത്? ഒരിക്കലും ശരീരത്തിന് വേണ്ടിയല്ല, നമ്മുടെ ആത്മാവിനെയാണ് സ്വാദ് അനുഭവിപ്പിക്കേണ്ടത്. ഈ സ്വാദ് ഭഗവത് പ്രസാദത്തിലൂടെ മാത്രമേ ആത്മാവ് പൂർണ്ണമായ തോതിൽ അനുഭവിക്കുകയും ഉള്ളൂ. അങ്ങനെ അല്ലാതെ വരുമ്പോൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ചാൽ മതി എന്നുള്ള തോന്നൽ വരുമ്പോൾ ആത്മാവും അതിൻ്റെ ഗുണത്തിലേക്ക്, ആ തമോ ഗുണത്തിലേക്കാണ് താഴ്ന്നു പോകുന്നത്.
ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ശരീരത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ആഹാരം കൊടുക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ആത്മാവിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഓരോ ദിവസത്തെയും ശ്രാദ്ധമൂട്ടുമ്പോൾ ആത്മാവിനെ സങ്കല്പിച്ചാണ് ഊട്ടുന്നത്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരവും ശരീരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ആത്മാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് കൂടി ഉള്ളതാണ് എന്നുള്ള ബോധത്തോടു കൂടി വേണം ആഹാരം കഴിക്കാൻ. ഹോട്ടലിൽ ചെന്ന് ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആളുകൾ കുളിക്കാതെയും പല്ല് തേക്കാതെയും യാതൊരു ശുദ്ധിയുമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിനും യാതൊരു ശുദ്ധിയും ഉണ്ടാവുകയില്ല. ഏത് പ്രവൃത്തിയായാലും പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിൽ സ്വാദുണ്ടാവുകയുള്ളൂ, സ്നേഹമുണ്ടാവുകയുള്ളൂ. സ്നേഹമില്ലാത്ത കുറേ ഉപയോഗശൂന്യമായ സാധനങ്ങളും പഴകിയ സാധനങ്ങളും ചേർത്തുകൊണ്ട് ആഹാരമുണ്ടാക്കി അത് വളരെ സ്വാദോടുകൂടി കഴിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളുണ്ടാക്കുന്ന ഓരോ ആഹാര പദാർത്ഥങ്ങളും എല്ലാം ഭഗവാൻ ഒരു യജ്ഞമായി സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തോടുകൂടി ആഹാരം കഴിക്കുന്നത് ഭഗവാന്റെ പ്രസാദമായി ആത്മാവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. തമോ ഗുണത്തിൽ നിന്നും പതുക്കെ പതുക്കെ ഉയർന്ന് സത്വഗുണത്തിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കഴിക്കുന്നത് എന്ന ബോധത്തോടു കൂടി കഴിക്കുകയാണ് എങ്കിൽ കഴിക്കുന്നതിന് ഫലമുണ്ടാകും, അതിന് ദീർഘായുസ്സുണ്ടാകും, ഭഗവത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള മനസ്സുണ്ടാകും, എല്ലാം തന്നെ അതിൽ നിന്നും ഉണ്ടാകും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എന്താണോ ഭഗവാന് അർപ്പിക്കാൻ പാടുള്ളത് അതുമാത്രം കുട്ടികൾക്ക് കൊടുത്തു പരിശീലിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, മത്സ്യവും മാംസവും മുട്ടയും കൊടുത്തില്ല എങ്കിൽ കുട്ടികൾ ഒരിക്കലും ഓജസ്സുള്ളവരായിരിക്കില്ല, ശക്തി ഉണ്ടാവുകയില്ല. തീർത്തും തെറ്റായ വിചാരങ്ങളാണ്. എല്ലാവിധത്തിലുള്ള പോഷക മൂല്യങ്ങളും പച്ചക്കറികളിലും ധാന്യങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അത് സമീകൃതമായ രീതിയിൽ കൊടുത്താൽ തന്നെ കുട്ടിക്ക് സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, എല്ലാ തരത്തിലുള്ള നല്ല ചിന്തകളും അവരിൽ വളരും. മോശമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ആഹാരം വളരെയധികം ശരീരത്തിന് പ്രാധാന്യമുള്ളതാണ്, മനസ്സിനും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിക്കണം. നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം. യജ്ഞശിഷ്ടാശിനാ സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വ അഖം പാപ യേ പചന്ത്യ ആത്മകാരണാത്. ഭുഞ്ജതേ തേ ത്വ അഖം പാപ. പാപികൾ ഭുജിക്കുന്നത് കൊടും പാപത്തെയാണ്. ആരാണ് പാപികൾ? നമുക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും എൻ്റേതാണ് എന്ന വിചാരത്തിൽ അത് നൽകുന്ന ഭഗവാൻ ദൈവത്തിന് കൊടുക്കാതെ, ദൈവത്തിന് അർപ്പിക്കാതെ കഴിക്കുന്നവർ എല്ലാ തരത്തിലുള്ള പാപങ്ങളും ഏറ്റുവാങ്ങുകയാണ്. അവർ കൊടും പാപത്തെയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ചിന്ത വരാം, എങ്ങനെയാണ് നമ്മൾ പുറത്തു പോയാൽ ആഹാരം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്? ഇതെങ്ങനെയാണ് ഭഗവാന് അർപ്പിക്കുന്നത്? ഇത് കുടിക്കുമ്പോഴും അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുൻപായാലും, പ്രത്യേകിച്ചും ഹോട്ടലിൽ നിന്നുള്ള ആഹാരം കഴിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. കഴിക്കാതിരിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നേരം തൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളമായാലും ആഹാരപദാർത്ഥമായാലും ഒരു നിമിഷം നേരം ഭഗവാനെ ഓർക്കുക. മനസ്സുകൊണ്ട് ഇത് ഞാൻ ഭഗവാൻ അർപ്പിക്കുന്നു, സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു 2 മിനിറ്റ് പൂർണ്ണമായും കണ്ണടച്ച് ഭഗവാനിൽ മനസ്സ് കേന്ദ്രീകരിച്ച് സ്വീകരിക്കൂ എന്നുള്ള രീതിയിൽ ഭഗവാന് കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. ഭഗവാൻ അത് സ്വീകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാര പദാർത്ഥങ്ങളും ഓരോ പ്രവൃത്തികളും. ഇത് ഞാൻ ഭഗവാന് വേണ്ടി ആണ്, അങ്ങേക്ക് സമർപ്പിച്ചതിന് ശേഷമേ ഞാൻ ഉപയോഗിക്കൂ എന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ മനസ്സ് ശുദ്ധമാവുകയാണ്. അതാണ് ഈ വരിയിൽ പറയുന്നത്. ഒന്നും തന്നെ തിരിച്ചു കൊടുക്കാതെ, എവിടെ നിന്നാണോ കിട്ടിയിരിക്കുന്നത് അത് അവർക്ക് കൊടുക്കാതെ സ്വയം കഴിക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും കുറച്ച് ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുവന്നു, ലഡുവോ ജിലേബിയോ എന്തു തന്നെയായാലും അച്ഛൻ കൊണ്ടുവരികയാണ്. മക്കളെല്ലാവരും തന്നെ വന്ന പാടെ അത് വാങ്ങി 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണവും കഴിച്ചു തീർത്താൽ ആ അച്ഛന് എന്ത് വിഷമമുണ്ടാകും? എന്നോട് വേണോ എന്ന് പോലും ചോദിക്കാതെ അവർ കഴിച്ചു തീർത്തു എന്നല്ലേ തോന്നുക. 4 or 5 ദിവസം സ്ഥിരമായി കൊണ്ടുവരും. ഇത്രയും ദിവസങ്ങളും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന് അത് കൊണ്ടുവരാനുള്ള മനസ്സുണ്ടാകുമോ? ഒരുപക്ഷെ അത് കഴിക്കുമോ കഴിക്കാതിരിക്കുമോ എന്നുള്ളതല്ല ചിന്ത. അത് അദ്ദേഹത്തിന് കൂടി കൊടുത്തിട്ട് കഴിക്കുക എന്നുള്ളതല്ലേ അതിൻ്റെ ശരി. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമുക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഭഗവാന് സ്വീകരിക്കുമോ സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ചിന്തയെ വേണ്ട. സ്വീകരിക്കും എന്നുള്ള രീതിയിൽ തന്നെ
അദ്ദേഹത്തിന് അർപ്പിക്കുക, അതിനുശേഷം ഉപയോഗിക്കുക. അതാണ് അതിൻ്റെ ശരിയായ വശം. നമ്മളെല്ലാവരും ഭക്തന്മാരാണ് എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പടിപടിയായി തമോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്ക് ഉയരുകയുള്ളൂ. ശ്ലോകം: ഭുഞ്ചതേ ത്വാഖം പാപ യേ പചന്ത്യ ആത്മകാരണാത്. പചന്ത്യ ഭക്ഷണമുണ്ടാക്കുക. ആര് ഭക്ഷണമുണ്ടാക്കുന്നു? പാപികളായിട്ടുള്ള ആളുകൾ ഭക്ഷണമുണ്ടാക്കി സ്വയം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. തനിക്ക് വേണ്ടി, തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ ഭർത്താവിന് വേണ്ടി എന്നുള്ള ചിന്തയോടെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് പാപമാണ് ഭുജിക്കുന്നത് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വഅഖം പാപ യേ പചന്ത്യ ആത്മകാരണാത്. 14-ാമത്തെ ശ്ലോകം: അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാത് ഭവന്തി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നാത് ഭവന്തി ഭൂതാനി. അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകുന്നു. ഭൂതാനി ജീവജാലങ്ങൾ. അന്നത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. പർജന്യാത് അന്നസംഭവ. എങ്ങനെയാണ് അന്നമുണ്ടാകുന്നത്? മഴയിൽ നിന്നും അന്നമുണ്ടാകുന്നു. യജ്ഞാത് ഭവന്തി പർജന്യോ. യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാകുന്നു. യജ്ഞ കർമ്മ സമുദ്ഭവ. യജ്ഞം വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ഇനി നമുക്കിതൊന്ന് തിരിച്ചു നോക്കാം. കർമ്മങ്ങളിൽ നിന്നാണ് യജ്ഞം ഉണ്ടാകുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ യഥാവിധി ചെയ്യുന്ന പക്ഷം അത് പ്രകൃതിയിൽ സന്തോഷമുളവാക്കുകയും പ്രകൃതി ഓരോ പ്രവർത്തനത്തിനും ആവശ്യമായ രീതിയിലുള്ള മഴ തരുകയും ചെയ്യുകയാണ്. ഒരു ചെറിയ കഥ പറയാം. ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കൾ. ഒരാളെ കുടം, കലം എന്നിവ മൺകലങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒരാളെ അലക്കുകാരനും വേറൊരാളെ കൃഷിക്കാരനുമാണ് വിവാഹം ചെയ്തു കൊടുത്തത്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് അദ്ദേഹം ഓരോരുത്തരുടെ വീട്ടിലും പോയി അവരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് കരുതി ആദ്യം തന്നെ അലക്കുകാരൻ്റെ വീട്ടിലെത്തി. സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ മകൾ അദ്ദേഹത്തോട് പറഞ്ഞു: അച്ഛാ, ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന മഴ കൊണ്ട് വെള്ളം സുലഭമായി ലഭിക്കുന്നില്ല പുഴയിൽ. അലക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് അദ്ദേഹം മനസ്സിലേക്കെടുത്തു. പിന്നീട് പോയത് കുടവും കലവും ഉണ്ടാക്കുന്ന ആളിൻ്റെ അടുത്തേക്കാണ്. ആ മകൾ പറഞ്ഞു: വല്ലപ്പോഴും പെയ്യുന്ന ഈ മഴ വലിയ ശല്യമാണ്. തുടർച്ചയായി 2 ദിവസം അങ്ങ് പെയ്തു പോവുകയാണെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് പെയ്യുമ്പോൾ എപ്പോഴും ഈ കലവും കുടവും ഒന്നും ഉണങ്ങുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്നാണ് അടുത്ത മകൾ പറഞ്ഞത്. 3-ാമത്തെ മകളുടെ അടുത്ത് ചെല്ലുമ്പോൾ പറഞ്ഞത്: മഴ പോരാ അച്ഛാ, വല്ലപ്പോഴുമേ പെയ്യുന്നുള്ളൂ. കുറച്ചുകൂടി നന്നായി പെയ്താൽ തരക്കേടില്ലായിരുന്നു. പക്ഷേ എന്നാലും വിളകൾക്ക് വലിയ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട് എന്നായിരുന്നു 3-ാമത്തെ മകളുടെ അഭിപ്രായം. അദ്ദേഹം വിചാരിച്ചു, 3 പേരും മഴയിൽ സംതൃപ്തരല്ല. അതുകൊണ്ട് മഴയുടെ നിയന്ത്രണം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ആവശ്യമായ രീതിയിൽ കൊടുക്കാമായിരുന്നു, നല്ല മഴ കൊടുക്കാമായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു. മഴയുടെ ദൈവം അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു: രാമു, അടുത്ത ഒരാഴ്ച നിന്റെ നിയന്ത്രണത്തിലാകട്ടെ മഴ. എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം വിചാരിച്ചു, മൂത്ത മകൾക്ക് ക്ഷാമമുണ്ട് ജലത്തിൻ്റെ. അപ്പോൾ തുടർച്ചയായി കുറച്ച് ദിവസം മഴ പെയ്യുകയാണെങ്കിൽ ആ ക്ഷാമം മാറിക്കിട്ടും. 2-ാമത്തെ മകൾക്കായാലും 2 ദിവസം തുടർച്ചയായി മഴ പെയ്തു പോവുകയാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങൾ സൂര്യനുണ്ടാകും, ചൂടുണ്ടാകും, മൺകലം നന്നായി ഉണക്കാനും സാധിക്കും. 3-ാമത്തെ മകൾക്കായാലും കുറച്ച് വെള്ളം കിട്ടുകയാണ് എങ്കിൽ അത് കൃഷിക്ക് നല്ലതാണ് എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് 2-3 ദിവസം തുടർച്ചയായി മഴ പെയ്യിപ്പിച്ച് അതിനുശേഷം നിർത്താം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ചിന്തിച്ചു. 3 ദിവസം നല്ല മഴ പെയ്യുവാൻ ആഗ്രഹിച്ചതും മഴ തുടങ്ങി. 2 ദിവസം കൊണ്ട് തന്നെ ജലാശയങ്ങൾ പൂർണ്ണമായും നിറഞ്ഞു. വച്ചിരുന്ന കലവും കുടവും ഒന്നും ഉണക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാം പൊട്ടാനും പൊടിയാനും തുടങ്ങി കുടമുണ്ടാക്കുന്നവളുടെ. മൂത്ത മകളുടെയാണെങ്കിലോ തുണികൾ അലക്കിയതൊന്നും ഉണക്കാൻ പറ്റാത്ത അവസ്ഥ. വെള്ളം വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. 3-ാമത്തെ മകളുടെ നെൽകൃഷി പൂർണ്ണമായും നശിച്ചുപോയി. കാറ്റില്ലാത്ത, എപ്പോഴും ഭഗവാൻ മഴ പെയ്യിക്കുന്ന സമയത്ത് കാറ്റോടു കൂടിയാണ് മഴ പെയ്യ്ക്കുക.
ഇത് മഴ തന്നെ വരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് കാറ്റില്ലാത്ത ഘോരമായി പെയ്യുന്ന തുള്ളിക്ക് ഒരു കുടം എന്ന രീതിയിൽ പെയ്യുന്ന മഴ കൃഷിയെ പൂർണ്ണമായും നശിപ്പിച്ചു. ഇതൊന്നും അറിയാത്ത രാമു സന്തോഷമായി മനസ്സോടുകൂടി ആവശ്യമുള്ള എല്ലാവർക്കും യഥാർത്ഥ രീതിയിൽ മഴ ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ള വിചാരത്തോടുകൂടി 3 മക്കളുടെ അടുത്തേക്കും വീണ്ടും ചെല്ലുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യത്തിന് മഴ കിട്ടിയില്ലേ എന്ന് ചോദിക്കുവാനായി. മൂത്ത മകളുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ പറയുന്നു, എൻ്റെ എല്ലാ തുണികളും നശിച്ചു പോയി, കരിമ്പനടിച്ച് ഉണക്കാൻ പറ്റാത്തത് കൊണ്ട് ആരാണോ ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത് അവൻ നശിച്ചു പോവുകയുള്ളൂ എന്ന് മൂത്ത മകൾ രാവുകയാണ്. രണ്ടാമത്തെ മകളുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ എല്ലാ കുടങ്ങളും ഒന്നും ഉണക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി, എല്ലാം പൊട്ടിപ്പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിലപിക്കുകയാണ് രണ്ടാമത്തെ മകൾ. മൂന്നാമത്തെ മകളാണ് എങ്കിൽ എൻ്റെ കൃഷിയെല്ലാം നശിച്ചു പോയി, ഞാനിനി എന്തു ചെയ്യും എന്ന് വിലപിക്കുകയാണ് മൂന്നാമത്തെ മകൾ. അപ്പോഴാണ് രാമുവിന് മനസ്സിലാകുന്നത് ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോരുത്തരെയും, ഓരോ ജീവജാലങ്ങൾക്കും എന്താണോ വേണ്ടത്, ഓരോ കൃഷിയും എങ്ങനെയാണോ നന്നാക്കേണ്ടത്, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ മഴ മൂലം സഹായിക്കാൻ പറ്റുന്നത് എന്ന രീതിയിലാണ് കൃത്യമായ രീതിയിലും സമയത്തും മഴ പെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയ രാമു വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് തന്നെ ഈ മഴയെ തിരിച്ചെടുത്തോളൂ, ഇതിനെ നിയന്ത്രിക്കുക, ഇതിനെ കൃത്യമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് മഴയെ തിരിച്ചേൽപ്പിക്കുകയായിരുന്നു. അതാണ് ഭഗവാൻ. ഓരോ കാര്യങ്ങളും വേണ്ട രീതിയിൽ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ എങ്ങനെയാണോ ഓരോരുത്തർക്കും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്ന രീതിയിലാണ് സൂര്യപ്രകാശമായാലും മഴയായാലും കാറ്റായാലും നമുക്ക് ആവശ്യമായ രീതിയിൽ കൃത്യമായ അളവിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ച് നമുക്ക് തരുന്നതിനോടുകൂടി അവർക്കും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കണം, അവർക്കും യജ്ഞങ്ങൾ ചെയ്യണം, നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം അവർക്കും കൊടുക്കണമെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ 2 കൂട്ടർക്കും നല്ലത് മാത്രമേ വരൂ എന്നാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പലതരത്തിലുള്ള യജ്ഞങ്ങളിലൂടെയാണ് കൃത്യസമയത്ത് മഴ ലഭിക്കുന്നത് എന്നും യജ്ഞ കർമ്മസമുദ്ഭവ, യജ്ഞം വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നും യജ്ഞാത് ഭവതി പർജന്യോ, യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാകുന്നു, പർജന്യാത് അന്നസംഭവ, മഴയിൽ നിന്നാണ് ആവശ്യത്തിനുള്ള എല്ലാ തരത്തിലുള്ള സസ്യജാലങ്ങളും ഉണ്ടാകുന്നത്. സസ്യജാലങ്ങൾ, സസ്യങ്ങളെ ഭക്ഷിച്ചാണ് മൃഗങ്ങൾ കഴിയുന്നത്. ഈ മൃഗങ്ങളെ ഭക്ഷിച്ചാണ് മാംസഭുക്കുകളായ മൃഗങ്ങൾ വളരുന്നത്. അപ്പോൾ എല്ലാം സന്തുലിതാവസ്ഥയിലാണ്, എല്ലാം മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മഴയാണ് എങ്കിൽ യജ്ഞത്തെ, യജ്ഞമാണ് എങ്കിലോ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മ മനോഭാവത്തെ. യജ്ഞങ്ങളിൽ കൂടി ഉണ്ടാകുന്ന മഴ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ആ സസ്യങ്ങൾ അത് ആഹാരമായി കഴിച്ച് ആ അന്നത്തിൽ നിന്നും ജീവികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് വീണ്ടും പ്രത്യുൽപാദനം ഉണ്ടാവുകയും ആ പ്രത്യുൽപാദനത്തിലൂടെ വളർച്ച നടക്കുകയും ചെയ്യുന്നത്. 15-ാമത്തെ ശ്ലോകം, കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, കർമ്മം ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് അറിയുക. ബ്രഹ്മാക്ഷര സമുദ്ഭവം, ബ്രഹ്മചൈതന്യം അക്ഷരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വേദങ്ങളിൽ നിയന്ത്രിതമായ കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. ഭഗവാനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ തസ്മാത് സർവഗതം ബ്രഹ്മ, അതുകൊണ്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, അതീന്ദ്രിയമായ സത്ത യജ്ഞ കർമ്മങ്ങളിലാണ് എന്നും കുടികൊള്ളുന്നത് എന്നും മനസ്സിലാക്കുക. വേദങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായത്? വേദങ്ങൾ ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നാണ് ഉണ്ടായത്. അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏതത് യത് ഋഗ്വേദ യജുർവേദ സാമവേദ അഥർവാംഗിരസ്യ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്നീ 4 വേദങ്ങളും ശ്രീ ഭഗവാന്റെ നിശ്വസിതം ശ്വസനത്തിൽ നിന്നാണ് ഉണ്ടായത്. സർവശക്തനായിട്ടുള്ള ഭഗവാന് ശ്വാസത്തിലൂടെ സംസാരിക്കാൻ കഴിയും. ഓരോ ഇന്ദ്രിയത്തിലൂടെയും മറ്റിന്ദ്രിയങ്ങളുടെ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. ശ്വാസം കൊണ്ട് സംസാരിക്കാം, ദൃഷ്ടി കൊണ്ട് ഗർഭോത്പാദനം നടത്താം. പ്രകൃതിയിൽ ഉൽപാദനം നടത്തുന്നത് ദൃഷ്ടി കൊണ്ടാണ് ഭഗവാൻ. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണമേറ്റ ഭൗതിക പ്രകൃതിയിൽ നിന്ന് സകല ജീവജാലങ്ങളും ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ ബദ്ധരായ
ആത്മാക്കളെ ഉൽപ്പാദിപ്പിച്ച ശേഷം ആ ആത്മാക്കൾ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തണം. അതിനു വേണ്ടിയാണ് ഭഗവാൻ വേദങ്ങൾ സൃഷ്ടിച്ചത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യഥാർത്ഥമായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളിലൂടെ ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചെത്തുന്നതിന് വേണ്ടിയാണ്, ഭൗതിക ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് വേദം ഭഗവാൻ തന്നിരിക്കുന്നത്. ഈ വേദങ്ങളിൽ നിയന്ത്രിതമായിട്ടുള്ള കർമ്മ വിധികൾ പറഞ്ഞിട്ടുണ്ട്. ഏത് കർമ്മമായാലും ഭഗവാന് വേണ്ടി എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുകയാണ് എങ്കിൽ ഫലം പ്രതീക്ഷിക്കാതെ അത് നല്ല കർമ്മമായി തീരുന്നു. എപ്പോഴാണോ നമ്മൾ ഭഗവാന് വേണ്ടി എന്നുള്ള ചിന്തയിൽ ചെയ്യാത്തത്, അത് എത്ര നല്ല കർമ്മമായാലും അതുകൊണ്ട് ഉദ്ദേശ ഫലം ലഭിക്കുന്നില്ല. ഇവിടെ അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും പൂർണ്ണമായും ഭഗവാന് വേണ്ടി എന്നുള്ള ചിന്തയിൽ ചെയ്യൂ. അല്ലാതെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും അല്ല നീ നോക്കേണ്ടത്. എന്താണോ ഭഗവത് തൃപ്തിക്ക് ആവശ്യമായുള്ളത് അത് ചെയ്യുവാനാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.